മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് വരുന്നു. താമരശ്ശേരി ബിഷപ്പിനും എറണാകുളം സെന്റ് റീത്ത സ്കൂളിനും ഭീഷണി. ഹിജാബ് വിഷയത്തിലാണ് ഭീഷണി കത്ത് ലഭിച്ചത്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പിന്തുടർച്ചക്കാരെന്ന് അവകാശപ്പെടുന്ന IDFI ആണ് കത്തയച്ചിരിക്കുന്നത്. ഹിജാബ് വിഷയം തങ്ങൾ ആസൂത്രണം ചെയ്തതാണെന്നും 90% റവന്യൂ വരുമാനം നേടിത്തരുന്നത് മുസ്ലിം സമുദായമാണെന്നും അതിനാൽ സ്കൂളുകളിൽ ബാങ്ക് വിളിക്കാനും നിസ്കരിക്കാനും സൗകര്യമൊരുക്കണമെന്നും കത്തിൽ പറയുന്നു. ഈരാറ്റുപേട്ടയിൽ നിന്നാണ് കത്ത് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. കേസെടുക്കുമെന്ന് പോലീസ് അറിയിച്ചു. MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, ഇതെപ്പോഴാണ് ഈ കത്ത് ലഭിച്ചത്? ഇതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? പോലീസ് അന്വേഷണം ആരംഭിച്ചോ? സജിത്ത്, താമരശ്ശേരി ബിഷപ്പിന്റെ ബിഷപ്പ് ഹൗസിലാണ് കത്ത് ലഭിച്ചിരുന്നത്. ഇന്നാണ് ഈ കത്ത് പോലീസ് കത്തുമായി സംബന്ധിച്ച വിവരങ്ങൾ പോലീസിനെ അറിയിക്കുകയും പരാതി നൽകുകയും ചെയ്തിരിക്കുന്നത്. താമരശ്ശേരി ബിഷപ്പ് ഇപ്പോൾ വിദേശത്താണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഓഫീസിലെ സെക്രട്ടറി വന്ന് മൊഴി നൽകും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതിനുശേഷം ഈ കത്തുമായി ബന്ധപ്പെട്ട കേസെടുക്കും എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഈ എറണാകുളം പള്ളുരുത്തിയിലെ സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിലെ ഹിജാബ് വിഷയവുമായി ബന്ധപ്പെട്ടാണ് കത്തിന്റെ തുടക്കം. തങ്ങളുടെ ഒരു സ്പോൺസേഡ് പ്രോഗ്രാം ആയിരുന്നു ഈ ഹിജാബ് വിഷയം എന്നാണ് ഇവർ പറയുന്നത്. ഇസ്ലാമിക് ഡിഫൻസ് ഫോഴ്സ് ഓഫ് ഇന്ത്യ IDFI, അതായത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന നിരോധിത സംഘടനയുടെ പിന്തുടർച്ചക്കാരാണ് തങ്ങൾ എന്ന് ഇവർ അവകാശപ്പെടുന്നു. ഈ PFIയുടെ ആശയങ്ങളും പ്രവർത്തനങ്ങളും പൂർത്തീകരിക്കുന്ന ലക്ഷ്യമാണ് തങ്ങൾക്കുള്ളത്. ഒപ്പം ഈ കേരളത്തിന്റെ റവന്യൂ വരുമാനത്തിന് 90% വരുന്നത് ഇസ്ലാം വിഭാഗക്കാരിൽ നിന്നാണ്. എന്നാൽ അതിന് ആനുപാതികമായ യാതൊരു തരത്തിലുമുള്ള ആനുകൂല്യങ്ങൾ തങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു. ഒപ്പം ഈ വിദ്യാഭ്യാസ മേഖലയിലും സർക്കാർ മേഖലയിലും ഒക്കെ ജോലികൾ പ്രത്യേക സംവരണം വേണമെന്ന ആവശ്യവും മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർക്കായി പ്രത്യേകിച്ച് നിസ്കരിക്കുന്നതിനും മറ്റുമുള്ള സൗകര്യങ്ങൾ, ഹിജാബ് ധരിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ എന്നിവയൊക്കെ അനുവദിക്കണം, അല്ലെങ്കിൽ അത് നടപ്പിലാക്കണം എന്ന കാര്യങ്ങളുമൊക്കെ ഇതിൽ പറയുന്നുണ്ട്. എന്തായാലും ഈരാറ്റുപേട്ടയിൽ നിന്നാണ് കത്ത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതേസമയം രണ്ടിടത്തേക്കും കത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏത് ആളുകളാണ് ഇതിന്റെ പിന്നിൽ എന്നതിനെ കുറിച്ച് പോലീസ് വളരെ വിശദമായി തന്നെ അന്വേഷിക്കും. ഇത്തരം ഒരു കൃത്യമായ ഒരു സംഘടനാ രൂപം ഈ IDFI എന്നത് നിലവിൽ ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവർ തന്നെ അവകാശപ്പെടുന്നത് PFI എന്ന നിരോധിത സംഘടനയുടെ പിന്തുടർച്ചക്കാർ എന്ന രീതിയിൽ തന്നെയാണ്. എന്തായാലും എന്താണ് ഇതിന് പിന്നിൽ? ആരെങ്കിലും സാധാരണ രീതിയിൽ ഒരു ഭീഷണി എന്ന രീതിയിൽ അയച്ചതാണോ, അതോ കൃത്യമായ ഒരു ലക്ഷ്യത്തോടുകൂടി അല്ലെങ്കിൽ ഇത്തരം സംഭവങ്ങൾക്ക് പിന്നിലൊക്കെ ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടി വരും. എന്തായാലും പോലീസ് അധികം വൈകാതെ ഈ സംഭവത്തിൽ കേസെടുത്ത് വളരെ വിശദമായ അന്വേഷണം തന്നെ ആരംഭിക്കും. ഓക്കെ, ഈ സെന്റ് റീത്ത സ്കൂളിനുമുണ്ട് ഇത്. യഥാർത്ഥത്തിൽ അനീഷ്, ഈ സംഘടന ഈരാറ്റുപേട്ടയിൽ നിന്നാണ് ഈ കത്ത് എന്ന് പറയുന്നു. ഒപ്പം പോപ്പുലർ ഫ്രണ്ടിന്റെ പിൻഗാമികളെന്ന് അവകാശപ്പെടുന്നവരാണ്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ നമ്മൾ പരിഹരിക്കപ്പെട്ടു എന്ന് കരുതിയ ആ പ്രതിസന്ധി രൂക്ഷമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുമോ? സഭാ നേതൃത്വമൊക്കെ ഈ വിഷയത്തെ എങ്ങനെയാണ് കാണുന്നത്? ഇത് ഏത് തരത്തിലാണ് ഈ കാര്യമെന്ന് നമുക്ക് ഇപ്പോഴും പ്രവചിക്കാൻ കഴിയില്ല. കാരണം ഈ സെന്റ് റീത്ത സ്കൂളിലെ പ്രശ്നമാണെങ്കിൽ പോലും അത് ഹൈക്കോടതി ഇടപെടുന്നു. പിന്നീട് ആ കുട്ടിയെ സ്കൂൾ മാറ്റി പഠനമൊക്കെ പുനരാരംഭിച്ച നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് മനഃപൂർവ്വം മതങ്ങൾക്കിടയിൽ സ്പർദ്ധ വരുത്തുന്നതിനുള്ള ബോധപൂർവമുള്ള ശ്രമമാണ് എന്ന് പോലും ചിലപ്പോൾ വരേണ്ടി വരും. കാരണം അത്തര രീതിയിലുള്ള കാര്യങ്ങളാണ് ഈ കത്തിൽ പറയുന്നത്. അതായത് സമയങ്ങളിൽ വാങ്കൂളി അടക്കമുള്ള മത കാര്യങ്ങൾ അനുവദിക്കണം, അതിനുള്ള സൗകര്യം കൊടുക്കണം. ഒപ്പം മറ്റ് ഇതര മതസ്ഥരുടെ സ്കൂളുകളെ പറ്റിയൊക്കെ ഇതിനകത്ത് പറയുന്നുമുണ്ട്. അതുകൊണ്ട് അത്തരം മതവിഭാഗങ്ങൾക്കിടയിൽ ഒരു സ്പർദ്ധ വളർത്തുക, അല്ലെങ്കിൽ ഇത്തരം ചില പ്രത്യേക മതത്തിന്റെ സ്ഥാപനങ്ങളെ ഇകഴ്ത്തി കാണിക്കുക എന്നീ ലക്ഷ്യങ്ങളൊക്കെ ഇതിന് പിന്നിലുണ്ടോ എന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. എന്തായാലും ഇത് സംബന്ധിച്ച് വിശദമായി അന്വേഷണം നടത്തും. ഈ ഈരാറ്റുപേട്ട എന്ന സ്ഥലത്തു നിന്നും ഈ കത്ത് പോസ്റ്റ് ചെയ്തതിന് പിന്നിൽ പോലും ചില പ്രത്യേക ലക്ഷ്യങ്ങളുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളും പരിശോധിക്കേണ്ടി വരും. നമുക്കറിയാം ഈരാറ്റുപേട്ടയ്ക്ക് ഒരുപാട് ഈ പലപ്പോഴും പെട്ടെന്ന് ഈ സംഘർഷങ്ങളിലേക്ക് നീങ്ങുന്ന ഒരു സ്ഥലം, അല്ലെങ്കിൽ ഒരുപാട് ഇത്തരം കേസിൽപ്പെട്ട ആളുകൾ നേരത്തെ അറസ്റ്റിലായ സ്ഥലവും ഒക്കെയാണ്. ശരി, അതാണ് സാഹചര്യം. എന്തായാലും ഭീഷണി കത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസിന്റെ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. നമ്മൾ തിരുവനന്തപുരത്തേക്ക് മടങ്ങി പോവുകയാണ്. അവിടെ